ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 60-ാമത്തെ ശ്ലോകം നോക്കാം. കൃമിവിഡ്ഭസ്മസജ്ഞാന്തം ശരീരമിതി വർണ്ണിതം അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയേത് നഹി. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ ഈ ശരീരത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് ആ ധുന്തുകാരി ചെയ്യുന്നത് നമ്മൾ കണ്ടത്. എന്താണ് ശരീരം? ഒടുവിൽ അവസാനം പറഞ്ഞു നിർത്തി ക്ഷണഭങ്കുരമാണ് എന്ന് പറഞ്ഞു നിർത്തിയിരുന്നു. ഒരു നീർക്കുമിളയെപ്പോലെ ഏത് നിമിഷവും പൊലിഞ്ഞു പോകാവുന്ന ഒന്നാണ്. പരീക്ഷിത്ത് മഹാരാജാവിന് 7 ദിവസം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു. ശാപം കൊണ്ടാണെങ്കിൽ പോലും അത് ഉറപ്പുണ്ടായിരുന്നു. നമ്മൾ ഖഡ്വാങ്കൻ്റെ കഥ പറയുമ്പോൾ പറയാറുണ്ട് 2 മുഹൂർത്തം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെയൊക്കെ കാര്യത്തിൽ ഒരു നിമിഷം പോലും ഉണ്ട് എന്നുറപ്പില്ലാത്ത ക്ഷണഭങ്കുരമായ ജീവിതമാണ് നമ്മുടെയൊക്കെ. അങ്ങനെയുള്ള ഈ ശരീരം കൃമിവിഡ്ഭസ്മസജ്ഞാന്തം അവസാനത്തിൽ, അന്തം എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് കൃമിവിഡ്ഭസ്മം, കൃമികൾക്ക് ഭക്ഷണമായി മാറേണ്ടതാണ് ഈ ശരീരം. അതുമല്ലെങ്കിലോ ഭസ്മമായിട്ട് മാറാം, അതുമല്ലെങ്കിൽ മലമായിട്ട് മാറുന്നതാണ്. അത് കൃമികൾ ഭക്ഷിച്ചാൽ കൃമികളുടെ മലമായിട്ട് മാറും. അതല്ല അഗ്നിക്കിരയാക്കുകയാണെങ്കിൽ അത് ഭസ്മമായിട്ട് മാറേണ്ടതാണ്. ശരീരമിതി വർണ്ണിതം, ശരീരം ഇതി, ഈ ശരീരം അങ്ങനെയുള്ളവയാണ് എന്ന് ഇപ്രകാരം വർണ്ണിതം, വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു, പറയപ്പെട്ടിരിക്കുന്നു. അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയേത് നഹി. അസ്ഥിരേണ അതായത് അസ്ഥിരമായിട്ടുള്ളത്, എന്നും സ്ഥായിയായി നിലനിൽക്കുന്നതല്ലാത്തതായിട്ടുള്ള ഈ ശരീരം അങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് സ്ഥിരം കർമ്മ കുതോയം, സ്ഥിരം കർമ്മ, നമുക്ക് സ്ഥിരമായി നിലനിൽക്കുന്നതായിട്ടുള്ള ഈ ഭാഗവത ധർമ്മത്തെ, ആ ഈശ്വര വിചാരത്തെ കുതോയം, കുതഹ അയമാണ് കുതോയം, കുതഹ എന്തുകൊണ്ടാണ്, അയം ഈ എന്നുള്ള അർത്ഥം, അതായത് ഈ ഭാഗവത ധർമ്മത്തെ എന്തുകൊണ്ടാണ് സാധയേന ഹി, ആളുകൾ എന്തുകൊണ്ടാണ് സാധയേത്, ഈ ഭാഗവത ധർമ്മത്തെ സാധിച്ചെടുക്കണമെന്ന്, അതിനു വേണ്ടുന്ന സ്ഥിരമായ ഈ ഒരു കർമ്മത്തെ ചെയ്യാൻ എന്തുകൊണ്ടാണ് ശരീരം അസ്ഥിരമാണെന്ന് അറിഞ്ഞിട്ടും ലോകം ശ്രമിക്കാത്തത്? എന്നും നിലനിൽക്കുന്നതായിട്ടുള്ള നിത്യമായ സത്യത്തെ അറിയുകയും ആ സംസ്കാരം ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ അത് ഈ പ്രാണന് ദേഹം ഉപേക്ഷിച്ചാലും ജന്മജന്മാന്തരങ്ങളോളം കൂടെ ഉണ്ടാകുന്നതാണ് എന്നറിഞ്ഞിട്ട് സ്ഥായിയാണ് ആ ആത്മീയ സംസ്കാരം എന്നറിയുമ്പോൾ അറിയാൻ ശ്രമിക്കാത്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥിരമായ ഈ ഭാഗവത ധർമ്മത്തെ, നാശമില്ലാത്തതായിട്ടുള്ള ഈ ആത്മീയ തത്വവിചാരത്തെ എന്തുകൊണ്ടാണ് ആളുകൾ അത് സാധിച്ചെടുക്കുവാൻ ശ്രമിക്കാത്തത്? ഇവിടെയും നോക്കൂ, ധുന്തുകാരി സ്വന്തം ജീവിതാനുഭവത്തിൻ്റെ ബലത്തിലാണ് പറയുന്നത്. തൻ്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതെ ഒടുവിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോഴാണ് ഈ വിവേകം ഉള്ളിലുണ്ടാകുന്നത്. അതിനും ഒരു ഭാഗവത സപ്താഹം മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ശരിയായ ജ്ഞാനം ഉള്ളിൽ ഉദിച്ചത്. ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ലോകത്തിനോടായിട്ട്, നമ്മളോടായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ അസ്ഥിരമായ ശരീരത്തിൽ കൂടുതൽ ഭ്രമം വെക്കാതെ നിത്യസത്യമായ സ്ഥിരമായ ഒരു കർമ്മത്തെ, ഒരു ധർമ്മത്തെ എന്തുകൊണ്ടാണ് ആശ്രയിക്കാത്തത്? ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കൃമിവിഡ്ഭസ്മസജ്ഞാന്തം ശരീരമിതി വർണ്ണിതം അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയേത് നഹി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃമിവിഡ്ഭസ്മസജ്ഞാന്തം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ ശരീരമിതി, ശരീരം ഇതിയാണ്. പിന്നെ കുതോയം, അവിടെ ഒകാരം നീട്ടിയെടുക്കുക, വിശ്ലേഷണമുണ്ട്. ഇനി അടുത്തത്
61-ാമത്തെ ശ്ലോകമാണ്. യത് പ്രാതഃ സംസ്കൃതം ചാന്നം സായം തച്ച വിനശ്യതി തദീയരസസമ്പുഷ്ടേ കായേ കാ നാമ നിത്യത. അപ്പോൾ ഇവിടെ പറയുകയാണ് യത് പ്രാതഃ സംസ്കൃതം ചാന്നം. യത് പ്രാതഃ, യത് യാതൊന്നാണോ, പ്രാതഃ രാവിലെ, സംസ്കൃതം ച നമ്മൾ ഭക്ഷിക്കുന്നത്, ആ ച അന്നം, ആ അന്നം, സായം തത് ച വിനശ്യതി, നമ്മൾ സായം വൈകുന്നേരം ആകുമ്പോഴേക്കും തത് ച അതാകട്ടെ വിനശ്യതി അത് നശിക്കുകയും ചെയ്യുന്നു. അല്ലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ക്ഷണനേരം കൊണ്ട് തന്നെ അതിൻ്റെ ഘടകങ്ങളായി മാറിയിട്ട് അത് വിസർജ്യമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഭക്ഷണം പോലും ഈ അന്നമയം തന്നെയാണ് ദേഹത്തെ നിലനിർത്തുന്നത് പോലും ഈ അന്നാദി കാരണങ്ങളാണ്. ഈ അന്നാദി കാരണങ്ങൾ പോലും ദേഹത്തെ നിലനിർത്തുന്നതായിട്ടുള്ള അന്നം പോലും അതിന് പോലും അധിക സമയം നിലനിൽപ്പില്ല എന്നറിയുക. അത് രാവിലെ നമ്മൾ ഭക്ഷിക്കുന്നതാണെങ്കിൽ പോലും അല്പനേരത്തിനുള്ളിൽ അത് വിസർജ്യമായി മാറുന്നുണ്ടെങ്കിൽ അതിനും ക്ഷയം സംഭവിക്കുന്നുണ്ട് എന്നറിയുക. അങ്ങനെയുള്ള അതിലധിഷ്ഠിതമായി നിലനിൽക്കുന്ന ദേഹത്തിന് അത്ര പോലും ഉറപ്പില്ലാത്തതാണ്, അത് അതിലും എളുപ്പം ക്ഷയിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇതൊന്നും തന്നെയേ വേണ്ടൂ. പിന്നെയോ തദീയ രസസമ്പുഷ്ടേ കായേ കാ നാമ നിത്യത. തദീയ രസസമ്പുഷ്ടേ അതാകട്ടെ രസസമ്പുഷ്ടേ പലതരത്തിലുള്ള രസത്താൽ സമ്പുഷ്ടമായിട്ടുള്ള ആഹാരം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കായേ കാ നാമ നിത്യത, കായേ ഈ ശരീരത്തിൽ, കാ നാമ നിത്യത നിത്യമായിട്ട് എങ്ങനെയാണ് അത് നിലനിൽക്കുക? ക്ഷയിക്കുന്ന ശരീരത്തിനുള്ളിൽ ക്ഷയിക്കാത്തതായിട്ടൊരന്നത്തിന് നിലനിൽപ്പുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ കഴിച്ച ഭക്ഷണമാണെങ്കിൽ പോലും ഇപ്പോൾ ഈ ശരീരം ക്ഷയിച്ചാൽ, ഈ നിമിഷം ഇത് കൃമിവിഡ്ഭസ്മ സജ്ഞമായി മാറിയാൽ അതിനുള്ളിലുള്ള അന്നവും കൃമിവിഡ്ഭസ്മമായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഈ ക്ഷയിക്കുന്ന ശരീരത്തിനുള്ളിൽ എത്ര രസസമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണത്തെ നമ്മൾ കൊടുത്താലും ഈ കായത്തിന്, ഈ ശരീരത്തിന് നിലനിൽക്കുന്നതായിട്ടുള്ള അന്നം പോലും ക്ഷണനേരം കൊണ്ട് തന്നെ അത് ക്ഷയിച്ചു പോകുന്നതാണ്, കേടുവന്നു പോകുന്നതാണ്, അതിനും നാശമുണ്ടാകുന്നതാണ്. അപ്പോൾ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് അന്നം കാരണമാണ്. അതെത്ര രസസമ്പുഷ്ടമായിട്ടാണെങ്കിൽ പോലും നമ്മൾ ശരീരത്തിലേക്ക് പകർന്നു നൽകുന്നത് ഈ ക്ഷണഭങ്കുരമായിട്ടുള്ള ശരീരത്തിൽ അതും ക്ഷണഭങ്കുരം തന്നെയാണ്. നമ്മൾ ഇത് എടുത്തു പറയാൻ കാരണം, തൊട്ടു മുൻപ് നമ്മൾ പറഞ്ഞു രാവിലെ നമ്മൾ ഭജിക്കുന്നതായിട്ടുള്ള ഭക്ഷണം വൈകുന്നേരമാകുമ്പോഴത്തേക്ക് അതിന് ക്ഷയം സംഭവിക്കുന്നു. ഇനിയും വൈകുന്നേരവും ആകണ്ട, ഈ ക്ഷണം തന്നെ ശരീരം ക്ഷയിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണവും ക്ഷയിക്കുന്നതായി മാറുന്നു. ഇനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യത് പ്രാതഃ സംസ്കൃതം ചാന്നം സായം തച്ച വിനശ്യതി തദീയരസസമ്പുഷ്ടേ കായേ കാ നാമ നിത്യത. ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രാതഃ അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ചാന്നം, അത് ച അന്നമാണ്, അതുകൊണ്ട് ന കൂട്ടക്ഷരം അന്നം എന്ന് തന്നെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് തച്ച, തത ച ആണ്, പദം പിരിക്കേണ്ട, തച്ച, അത് ശ്രദ്ധിക്കുക. പിന്നെ തദീയ രസസമ്പുഷ്ടേ, അതൊക്കെ ചേർത്ത് വായിക്കുക. ബാക്കി എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ് പിന്നീട് ആ ശ്ലോകത്തിലുള്ളത്. ഇനി അടുത്തത് 62-ാമത്തെ ശ്ലോകമാണ്. സപ്താഹശ്രവണാത് ലോകേ പ്രാപ്യതേ നികടേ ഹരി അതോ ദോഷനിവൃത്യർത്ഥമേതദേവ ഹി സാധനം. സപ്താഹശ്രവണാത് ലോകേ,
ചില ഗ്രന്ഥങ്ങളിൽ സപ്താഹ ശ്രവണാത് ലോകെ, അവിടെ ത എന്ന് മാറ്റിയിട്ട് ലോകെ എന്ന് ചേർത്തെഴുതി, അതായത് ഒരു സമസ്ത പദമായിട്ട് അത് എഴുതിയിട്ടുണ്ടാകാം. സപ്താഹ ശ്രവണാത് ലോകെ അങ്ങനെ ഉള്ള ഗ്രന്ഥങ്ങളിൽ അത് അങ്ങനെ തന്നെ വായിക്കാം. ചില ഗ്രന്ഥങ്ങളിൽ സപ്താഹ ശ്രവണാത് ലോകെ ഇങ്ങനെ പാഠഭേദമുണ്ടാകാം. ഇനിയും സപ്താഹ ശ്രവണാലോകെ അല്ല കൂട്ടക്ഷരം ചേർത്ത് വായിക്കാൻ പറ്റാത്തവർക്ക് സപ്താഹ ശ്രവണാത് ലോകെ എന്ന് വായിച്ചാലും തെറ്റില്ല. സപ്താഹ ശ്രവണാത്, ഈ സപ്താഹ ശ്രവണം ഒന്നുകൊണ്ട് തന്നെ ലോകെ, ഈ മനുഷ്യൻ്റെ ലോകത്തിൻ്റെ പ്രാപ്യതേ നികടേ ഹരി, പ്രാപ്യത എത്തിച്ചേരുന്നു. എവിടെ? നികടേ ഹരി. നികടേ എന്ന് പറഞ്ഞാൽ സമീപത്തിൽ. എവിടെ? ഹരിയുടെ സമീപത്തിൽ, സാക്ഷാൽ ശ്രീഹരി ഭഗവാന്റെ സമീപത്തിലേക്ക് ഈ ലോകത്തിലെ സർവചരാചരങ്ങൾക്കും എത്തിച്ചേരാനാകും. എന്തേ വേണ്ടൂ? സപ്താഹ ശ്രവണം ഒന്നേ വേണ്ടൂ. 7 ദിവസം കൊണ്ട് ഭാഗവതം വേണ്ട രീതിയിൽ ശ്രവിക്കുകയേ വേണ്ടൂ. അതിനുദാഹരണമാണ് ഇപ്പോൾ ഈ ധുന്ധുകാരിയുടെ കഥ. ഇനിയും ഈ ഭാഗവതം രചിക്കുവാൻ നമുക്കായിട്ട് ഇങ്ങനെ ശ്രീശുക മഹർഷി പറഞ്ഞുകൊടുത്ത് പരീക്ഷിത്ത് മഹാരാജാവ് കേൾക്കുന്ന ഭാവത്തിൽ ശ്രോതാവായി വന്ന ഈ കഥയിലൂടെയാണ് നമുക്ക് ഈ ഭാഗവതം ലഭിച്ചത്. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവും അതിന് ഉത്തമ ഉദാഹരണമാണ്. സപ്താഹ ശ്രവണം കൊണ്ട് തന്നെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരാനാവും. അതോ ദോഷനിവൃത്തിയർത്ഥമേതദേവ ഹി സാധനം. അതോ എന്ന് പറഞ്ഞാൽ അതഹ, അതുകൊണ്ട് ദോഷനിവൃത്തിയർത്ഥം ഏതദേവ, ദോഷനിവൃത്തിയർത്ഥം ഏതദേവ, ദോഷനിവൃത്തിക്കായിക്കൊണ്ട് നമ്മുടെ സർവ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നതിനായിക്കൊണ്ട് ഏതദേവ, ഏതത് ഏവ, ഇത് ഒന്ന് മാത്രമാണ്. ഏതദേവ ഏതത് ഏവ, ഇതൊന്ന് തന്നെയാണ്, ഇതൊന്ന് മാത്രമാണ്. ഹി എന്ന് പറയുന്ന അവിടെ ഉറപ്പിച്ചു പറയുകയാണ്. സാധനം, അതിനുള്ള ഉത്തമമായ സാധനം അല്ലെങ്കിൽ ഉപായം എന്ന് പറയുന്നത് സർവ പാപങ്ങളെയും ഇല്ലാതെയാക്കാൻ, സർവ ദോഷചിന്തകളെയും ഇല്ലാതെയാക്കുവാൻ, നമ്മുടെ ഉള്ളിലെ സർവദോഷ വാസനകളെയും ഇല്ലാതെയാക്കുവാൻ ഈ ശ്രീമദ് ഭാഗവത കഥാശ്രവണം ഒന്ന് തന്നെ വേണ്ടൂ. കാരണം ഇതിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെയും പറഞ്ഞിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യരെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മളൊരു പക്ഷേ ധുന്ധുകാരി ആവില്ലായിരിക്കാം, പക്ഷേ നമ്മളിലെ ചില ദോഷഭാവങ്ങൾ ഈ കഥയിലെ, ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലെ ഏതെങ്കിലുമൊക്കെ കഥകളിലുള്ള കഥാപാത്രങ്ങളിലൂടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ ബാഹ്യമായ കർമ്മങ്ങളിലൂടെ നമ്മൾ ദോഷവൃത്തികൾ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ വിചാരങ്ങളിൽ മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അരുതായ്മകൾ ചിന്തിച്ചു പോയിട്ടുണ്ടാകാം. അതിനെയൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിയാനും അതിനെ തിരുത്താനും ഈ ശ്രീമദ് ഭാഗവത കഥാശ്രവണത്തോളം മഹത്തായ മറ്റൊരു ഉപായമില്ല. ഇവിടെ എല്ലാ ദോഷപ്രവൃത്തികൾക്കും ഇരിപ്പിടമായിരുന്ന ധുന്ധുകാരിയാണ് പറയുന്നത്, സർവദോഷങ്ങളെയും നിവർത്തിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ മാർഗം, ഇതിനേക്കാൾ നല്ലതായി മറ്റൊന്നില്ല. അതുകൊണ്ട് അങ്ങനെ ദോഷനിവൃത്തി വരുത്തിക്കഴിഞ്ഞാൽ ഉറപ്പാണ് പ്രാപ്യതേ നികടേ ഹരി, ആ ശ്രീഹരിയുടെ സവിധത്തിൽ എത്തിച്ചേരാനാകുമെന്നുള്ളത്, ആ വൈകുണ്ഠലോകത്തെ പ്രാപിക്കുവാനാകുമെന്നുള്ളത് ഉറപ്പാണ്. അതിന് ഇതൊന്നേ വേണ്ടൂ, ഈ ശ്രീമദ് ഭാഗവത കഥ 7 ദിവസം കൊണ്ട് പൂർണ്ണമായും മനസ്സർപ്പിച്ച് കേൾക്കുവാൻ കഴിയുക എന്നുള്ളതേ വേണ്ടൂ എന്ന് പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സപ്താഹശ്രവണാത് ലോകേ പ്രാപ്യതേ നികടേ ഹരി, അതോ ദോഷനിവൃത്യർത്ഥമേതദേവ ഹി സാധനം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹരി
എന്നുള്ളിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് ദോഷനിവൃത്യർത്ഥമേതദേവ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുവാൻ ശ്രമിക്കുക. ഇത് ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അവിടെയും ദോഷനിവൃത്യർത്ഥം ഏതത് ഏവ ആണ്. അതുകൊണ്ട് നിവൃത്യർത്ഥമേതത് മായ്ക്ക് എകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ ഏതത് ഏവ, ഏതദേവ, അവിടെ ഏതത് ഏവ ആയതുകൊണ്ട് ദായുടെ എകാരം നീട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 63-ാമത്തെ ശ്ലോകമാണ്. ഈ ഓരോ ശ്ലോകങ്ങളും ഇത് ധുന്ധുകാരി പറയുന്നത്, ഓരോ ശ്ലോകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നമുക്കുള്ള ഒരു ഉപദേശമാണ്, നമ്മളോട് ചില സത്യങ്ങൾ പറഞ്ഞു തരികയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇനിയും 63-ാമത്തെ ശ്ലോകം അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.